ഹായ് ഓൾ, ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഡിപ്ലോമ ഹോൾഡേഴ്സ് അതുപോലെ ബിടെക് ഹോൾഡേഴ്സിനായിട്ട് PSC പുതിയ 2 എക്സാം നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഒന്നെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ പോളിടെക്നിക് കോളേജ് അതുപോലെ ടെക്നിക്കൽ സ്കൂളുകളിലേക്കുള്ള ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് PSC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/8/2026 എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഓരോ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ ഈ പറയുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അതുപോലെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ പോളിടെക്നിക് കോളേജസ്, അതുപോലെ ടെക്നിക്കൽ സ്കൂളുകൾ, ഇവിടെയൊക്കെ എന്താണ് ഓരോ പോസ്റ്റുകളാണ്. ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ പോസ്റ്റുകളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് എടുത്ത് നോക്കിയാൽ എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള പോസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന് നമ്മൾ പറയും. അതുപോലെ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പോളിടെക്നിക് കോളേജസിലേക്കുള്ള ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഡെമോൺസ്ട്രേറ്റർ എന്ന് പറഞ്ഞാണ് പറയുന്നത്. അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കൽ സ്കൂളുകളിലേക്കുള്ള പോസ്റ്റ് ആയിരിക്കും നമ്മളവിടെ പറയുന്നത്. ആ ഒരു പേര് മാറിയിരിക്കുന്നതേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. സാലറി സ്കെയിലും ക്വാളിഫിക്കേഷനും എല്ലാം സെയിം ആണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അനുസരിച്ച് അവിടുത്തെ പോസ്റ്റുകൾ മാറിയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എത്രയാണ്? 41,300 മുതൽ 87,000 വരെയുള്ള സാലറി സ്കെയിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറി സ്കെയിലുമാണ്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ടൈം ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2022 നോട്ടിഫിക്കേഷൻ വന്നത്. 31 വേക്കൻസീസ് ആണ് ആ സമയത്ത് എന്ത് ചെയ്തിരുന്നത്, നോട്ടിഫിക്കേഷൻ്റെ ടൈമിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു 3 വർഷത്തെ കാലയളവിൽ അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയപ്പോഴത്തേക്കിന് 88 അഡ്വൈസുകളാണ് പോയത്. ടോട്ടൽ 78 പേര് ഉള്ള ഒരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും എന്താണ്, എൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും 88 പേർക്കാണ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും എന്ത് ചെയ്തിരുന്നു, PSC അവർക്ക് അഡ്വൈസ് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അത്യാവശ്യം നല്ല വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇത് മാറ്റി നിർത്തില്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയും ചെയ്യരുത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ്. ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ട്രീമിലുള്ള ഡിപ്ലോമയാണ് ബേസിക് ആയിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം PSC എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആയിരുന്നു ഈ പറയുന്ന എന്തൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ക്വാളിഫിക്കേഷനും ആയിരുന്നു അക്സെപ്റ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്ക്, അതുപോലെ AMA സെക്ഷൻ A ആൻഡ് B ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ആക്കിയവർക്കും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ ഓരോന്നിനും ഇക്വലന്റ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബേസിക്കായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അല്ലെങ്കിൽ BE ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 678/2022. 2022 നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ 2023 ആ ഒരു എക്സാം PSC കണ്ടക്ട് ചെയ്ത് വളരെ വേഗം തന്നെ, അധികം സമയമൊന്നും എടുത്തില്ല, വളരെ വേഗം തന്നെ PSC ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. എന്നിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 15/4/2024 ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞാൽ 88 പേർക്ക് അഡ്വൈസ് കൊടുത്തു. എല്ലാവരെയും മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും എടുത്തു. എന്നിട്ട് എന്താണ് 2026 ഈ വർഷം തന്നെ അതെന്തായിട്ടുണ്ട്, ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യവും ആലോചിക്കുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു. കട്ട് ഓഫ് 53.67 ആയിരുന്നു കട്ട് ഓഫ്. അത് ഓരോ പ്രാവശ്യം ഓരോ എക്സാമിൻ്റെ ലെവലൊക്കെ അനുസരിച്ച് അത് മാറും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഈ ഒരു കട്ട് ഓഫിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അടുത്ത പ്രാവശ്യം ആ ഒരു എക്സാം എങ്ങനെയാണ് ചോദിക്കുന്നത്, ഏത് ലെവലിലാണ് ചോദിക്കുന്നത്, എത്ര ആപ്ലിക്കൻസ് ഉണ്ടോ, അതൊക്കെ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ കട്ട് ഓഫ് ഒക്കെ നിർണ്ണയിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 78, മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് 88, മെയിൻ ലിസ്റ്റിൽ 78 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തായിട്ട് ഇനി നോക്കാനുള്ളത്
രണ്ടാമത്തെ പോസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. എവിടത്തേക്കിന് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ളതാണ്. സ്കെയിൽ ഓഫ് പേ വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. 51,400 മുതൽ 1,10,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസിയാണ്. ഏജ് എന്ന് പറയുന്നത് 18 to 40 ആണ്. ഏജ് റിലാക്സേഷൻ 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷനും ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓക്കെ ഒരു വേക്കൻസി ഉള്ളൂ, അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടായോ, ബിടെക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു പോസ്റ്റെങ്കിൽ ഒരു പോസ്റ്റ് നമുക്ക് ആ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. കാര്യം നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇനി വിളിക്കും അല്ലേ. KSEB നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എക്സാമാണ്. അതുപോലെ PWD ഇറിഗേഷൻ, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം, അതുപോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാം, അതുപോലെ ബിടെക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വരുന്ന ഒത്തിരി എക്സാമുകൾ PSCയിൽ തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് എന്ത് കാണും, ഒരു സിലബസ് ആയിരിക്കും ഉള്ളതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കണം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ഈ ഒരു എക്സാം ഈ ഒരു സിലബസ് ഫുള്ള് കവർ ചെയ്യും. അതിലൊരു 80% എങ്കിലും നിങ്ങൾ മിനിമം കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിച്ചോണം നിങ്ങളുടെ KSEB നിങ്ങളിപ്പോൾ കാര്യമായിട്ട് കരുതിയിരിക്കുന്ന ഒരു എക്സാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ജോബായിട്ട് നിങ്ങൾ KSEB ആണ് കരുതുന്നതെന്ന് കരുതുക. ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും നിങ്ങൾ ഓൾറെഡി ആ സിലബസ് 80% കവർ ചെയ്തു. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ളത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ആ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വീണ്ടും ക്വസ്റ്റ്യൻസ് കാണുകയും നമുക്ക് വളരെ ഷാർപ്പായിട്ട് നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കുക ഇത് കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നിങ്ങളുടെ നിലവാരം ഒത്തിരി മുമ്പിലായിട്ട് ഉയരുന്നതായിരിക്കും അല്ലെ. ആ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനും മുൻനിര റാങ്ക് നേടാൻ നിങ്ങളെ ഏബിൾ ആക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ. അല്ലാതെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നും നോക്കിയിട്ടല്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബ് വേണം, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബ് വേണം. ആ ഒരു ജോബ് നേടണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഏതൊക്കെ എക്സാമുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിലബസിനെ ബേസ് ചെയ്തുള്ള മറ്റ് എക്സാമുകൾ ഏതൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ വേണം. ഇപ്പോൾ ഒരു ITA ലെവൽ എക്സാം എടുത്താൽ നമുക്ക് അറിയാൻ പറ്റണം ITA ലെവല് വേറെ ഏതൊക്കെ എക്സാമ്പിളുണ്ട്. ഇലക്ട്രീഷ്യൻ എക്സാമ്പിളാണോ, അല്ലെങ്കിൽ KSEB വർക്കറാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ്സ്മാൻ എക്സാമ്പിളാണോ, ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാമുകളാണോ, ഏതൊക്കെ ഈ ഒരു ITA സിലബസ് വെച്ചിട്ട് വരുന്നതെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ. സെയിം ആണ് ഡിപ്ലോമ ലെവൽ. ഒരു ഡിപ്ലോമ ലെവൽ എക്സാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മുമ്പിലോട്ട് ഏത് എക്സാം വരുന്നുണ്ട്, KSEB സബ് എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാം വരുന്നുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലിയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വേക്കൻസീസ് ഒന്നും കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഈ ഒരു എക്സാമിന് നിങ്ങൾ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. മറ്റുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്കവിടെ നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തന്നെയാണ് വരുന്നത്. AMEയുടെ എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും പറ്റുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കുറേ അധികം വേക്കൻസീസ് കുറേ അധികം ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ബേസിക് ആയിട്ട് BTech അല്ലെങ്കിൽ BE ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്, നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അല്ലേ. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സിലബസ് ആണ്. നമ്മൾ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് പ്രോപ്പർ സിലബസ്, നിങ്ങൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമിൻ്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്, അതിൽ ഏത് സിലബസ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നമ്മളുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ഒരു ഐഡിയ തരുന്നതായിരിക്കും. അതുപോലെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, ആ ഒരു സിലബസ് എങ്ങനെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ഐഡിയ തരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് അധിക സമയം നമുക്ക് കാണത്തില്ല. പെട്ടെന്ന് തന്നെ എക്സാം വരും. ഒരു 6 monthsനുള്ളിൽ തന്നെ എന്ത് പ്രതീക്ഷിക്കാം, നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അല്ലാണ്ട് ഇനി എക്സാമിൻ്റെ ഡേറ്റൂടെ വന്നിട്ട് സിലബസ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് വിചാരിക്കാനുള്ള സമയമൊന്നുമില്ല കേരള PSCയിൽ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, കേരള PSC ഫാസ്റ്റാണ്, പെട്ടെന്ന് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധിക സമയമില്ല, മിനിമം അല്ലെ മാക്സിമം നമുക്കൊരു 6 മാസമേ ഉള്ളൂ എന്ന് കരുതി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ സിലബസിൽ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെർട്ട് ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഒരു വെബിനാർ എടുക്കുന്നത്, അതിൽ ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ PYQs അവിടെ പറയുന്നുണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ തന്നെ ഈ ഒരു എക്സാം ഡിപ്ലോമ ലെവലാണെങ്കിലും അതിന് പ്രീവിയസ് ആയിട്ടുള്ള എക്സാംസിന് ചോദിച്ചേക്കുന്ന ഏത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള PSCയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ
നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യണം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ റെഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു തന്നെ അറിയാം. അപ്പോൾ ലൈവായിട്ടാണ് ഈ വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ജൂലൈ 1 8 മണിക്കാണ്. ജൂലൈ 1 8 മണിക്കാണ് നമ്മുടെ ഈ ഒരു വെബിനാർ. ലൈവായിട്ട് തന്നെ നിങ്ങൾ പങ്കെടുക്കാൻ നോക്കുക. നേരിട്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വെബിനാർ നിങ്ങൾ യൂസ്ഫുൾ ആക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കോഴ്സിനെ പറ്റിയാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് പറഞ്ഞാൽ അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ടെൻറ്റേറ്റീവ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ പ്ലസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എക്സാം നമുക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് കോഴ്സ് ആയിരിക്കും. ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എക്സാം ആയിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മളിനി ഈ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ബാച്ച് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. അവിടെ നമ്മുടെ മെൻറ്ററിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാനും എല്ലാം നമ്മളവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും, ഒരു മെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും അടങ്ങുന്ന ഒരു പ്രീമിയം ബാച്ചായിട്ട് തന്നെയാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ്, ഫ്രഷ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മൾ നേരിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്നാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ക്ലാസ്സുകളായിരിക്കും. കാര്യം ഫാക്കൽറ്റീസ് ആ സൈഡിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഡൗട്ട് ചോദിക്കാനും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ ക്ലാസ് കേൾക്കണമെങ്കിൽ അത് ഒന്നുകൂടെ നമുക്ക് സാറ് ഫാക്കൽറ്റി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ്. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും കിട്ടും. അപ്പോൾ എന്തായാലും അതും ഒരു പ്രീമിയം ബാച്ചായിട്ടാണ് നമ്മൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈവ് ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ പറ്റി ഇനിയും കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഒക്കെ മാത്രമാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ടെക്നിക്കൽ എക്സാമുകളുടെ ലാസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സിലെ റിസൾട്ടുകൾ എടുത്ത് നോക്കിയാൽ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ്, മജോറിറ്റി സ്റ്റുഡൻസും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ സ്ഥാനം നേടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അതുപോലെയാണ്. കുട്ടികൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ട സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ക്രിസ്പായിട്ടുള്ള എന്നാൽ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആവുന്ന രീതിയിലുള്ള ഒരു ബേസും ക്ലിയർ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിന്, ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് നമ്മളുടെ കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടാൻ സാധിക്കുകയും ചെയ്യട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ ആ ഒരു മെസ്സേജ് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഫൈൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മുറയ്ക്ക് എത്രയും വേഗം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. എന്ത് ചെയ്യണം, ഈ വളരെ കുറച്ച് സമയം നിങ്ങളുടെ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഒരു ഗവൺമെൻറ് ജോബ്, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബ്, പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ പോലുള്ള പോസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടീച്ചിങ് ജോബിന് തുല്യമായിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബാണ്. അതൊരു സാലറി സ്കെയിൽ നോക്കിയാലും റെപ്യൂട്ടേഷനും അല്ലെങ്കിൽ ഒരു ജോബ് നേച്ചറൊക്കെ നോക്കിയാലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ എന്തായാലും അതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.